അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ആശ്വാസകരമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നുള്ളതാണ്. വൃക്കകളെ ബാധിച്ച അണുബാധ ഭേദപ്പെട്ടെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. ശ്വാസകോശത്തിന്റെ പ്രവർത്തനവും മെച്ചപ്പെട്ടതായാണ് CT സ്കാൻ റിപ്പോർട്ട്. ഫെബ്രുവരി 14-നാണ് ന്യൂമോണിയയെ തുടർന്ന് റോമിലെ ജമേലി ആശുപത്രിയിൽ മാർപ്പാപ്പയെ പ്രവേശിപ്പിച്ചത്. അപർണ കുറുപ്പ് ചേരുന്നു നമുക്കിപ്പം കൂടുതൽ വിവരങ്ങളുമായി. അപർണ, എന്തായാലും ആശ്വാസകരമായ വാർത്തയാണല്ലോ വത്തിക്കാനിൽ നിന്ന് വരുന്നത്. തീർച്ചയായിട്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്ത കൂടിയാണ് റോമിലെ ജമേലി ആശുപത്രിയിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ 14-ാം തീയതിയാണ് ആശുപത്രിയിൽ മാർപ്പാപ്പയെ പ്രവേശിപ്പിച്ചത്. 2 ഡബിൾ ന്യൂമോണിയ ആയിരുന്നു. 2 ശ്വാസകോശങ്ങളിലും കടുത്ത അണുബാധയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഈ തീവ്ര ഗുരുതരാവസ്ഥ മറികടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആരോഗ്യനില ഭേദപ്പെട്ടു എന്നല്ല വത്തിക്കാൻ പറയുന്നത്. അപ്പോഴും അദ്ദേഹം ആശുപത്രി കിടക്കിൽ എഴുന്നേറ്റിരുന്ന് സഹപ്രവർത്തകരോട് ചിരിച്ചു, തമാശകൾ പറഞ്ഞു, സംസാരിച്ചു എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇതൊപ്പം തന്നെ അദ്ദേഹം വത്തിക്കാന്റെ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളും ഒപ്പം ചീഫ് ഓഫ് സ്റ്റാഫ് ആർച്ച് ബിഷപ്പ് പെന പരാരുമായിട്ട് മാർപ്പാപ്പ ഔദ്യോഗിക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഈ ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം 2 പേരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതായിട്ടുള്ള ഉത്തരവിൽ ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുന്നു. കൃത്യമായി ശ്വാസോച്ഛ്വാസം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. നേരത്തെ പറഞ്ഞ 2 കരളിലും തീവ്രമായിട്ട് അണുബാധ ബാധിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. 88 വയസ്സാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ബ്രോങ്കൈറ്റിസിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റിയ ഒരു സാഹചര്യമുണ്ട്. ആ തരത്തിലൊക്കെ വളരെ ഗുരുതരാവസ്ഥയിൽ പോവുകയും റോമിലേക്ക് വിശ്വാസികൾ വലിയ പ്രാർത്ഥനകളുമായി ഒഴുകുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു. ആ പ്രാർത്ഥനകൾക്കൊക്കെ വലിയ തരത്തിൽ ഫലം കാണുന്നു എന്നുള്ളൊരു ആശ്വാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അദ്ദേഹം അതിതീവ്ര ഗുരുതരാവസ്ഥയിൽ നിന്ന് മറികടന്നിരിക്കുന്നു. പക്ഷേ ആരോഗ്യനില ഭേദപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. തനിയെ അദ്ദേഹം കുർബാന സ്വീകരിക്കുന്നു. എല്ലാ ദിവസവും അദ്ദേഹം ആശുപത്രിയിൽ കഴിയുമ്പോൾ കിടക്കയിലിരുന്ന് അദ്ദേഹം കുർബാന സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടിയാണ് വത്തിക്കാൻ ഈ നിമിഷത്തിൽ സി ഓഫ് പ്രസിലൂടെ പുറത്തേക്ക് വിടുന്നത്. തീർച്ചയായും അപർണ കുറുപ്പാണ് വിവരങ്ങൾ നൽകിയത്. അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിതീവ്ര ഗുരുതരാവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഭേദപ്പെട്ടു എന്നുള്ള സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും വലിയ പ്രാർത്ഥനയിലായിരുന്നു വിശ്വാസി ലോകമുണ്ടായിരുന്നത്. അവരുടെയൊക്കെ പ്രാർത്ഥന ഫലം കണ്ടു എന്ന് വേണം നമുക്ക് പറയാൻ. സാധാരണക്കാർ ഉൾപ്പെടുന്ന സൗഹൃദ വലയമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ വ്യത്യസ്തനാക്കുന്നത്. പ്രിയപ്പെട്ട പാപ്പ ആരോഗ്യവാനായി തിരിച്ചു വരാൻ ലോകത്തിനൊപ്പം പ്രാർത്ഥനയോടെ കാത്തിരിപ്പിലാണ് റോമിലെ തയ്യൽ തൊഴിലാളികൾ മുതൽ ഐസ്ക്രീം കച്ചവടക്കാർ വരെ. മാർപ്പാപ്പയുടെ വിശുദ്ധ വസ്ത്രങ്ങൾ തുന്നുന്ന റാനിയറോ മാൻസിനെല്ലി, ഐസ്ക്രീം വ്യാപാരി സെബാസ്റ്റ്യൻ പാർദോ, റോമിലെ ഹിസ്റ്റോറിക് സെന്ററിലെ കണ്ണട വ്യാപാരി, ഇവരെല്ലാം കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട പാപ്പയെ. സാധാരണ വസ്ത്രധാരണ രീതി, എളിമയുള്ള ജീവിതശൈലി, ആഡംബരത്തോടുള്ള വെറുപ്പ്, ഇതെല്ലാമാണ് ഫ്രാൻസിസ് പാപ്പയെ വ്യത്യസ്തനാക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം നെയ്ത്തുകാരൻ. മാർപ്പാപ്പയുമൊത്തുള്ള അനുഭവങ്ങൾ റനീറോ മാൻസിനെല്ലി നെയ്തെടുക്കുന്നത് ഇങ്ങനെ. Giovanni Paolo II, San Giovanni Paolo II. ഐസ്ക്രീം രുചികളിലുമുണ്ട് ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഇഷ്ടങ്ങൾ. കോവിഡ് കാലത്തിന് ശേഷം ഫ്രാൻസിസ് പാപ്പ ക്ഷണിച്ചതും കുടുംബവുമൊത്ത് പോയി കണ്ടതും ഓർക്കുന്നു പാപ്പയുടെ സ്വന്തം ഐസ്ക്രീം മേക്കർ. 2022 സാധാരണക്കാരെ പോലെ കണ്ണടക്കടയിലെത്തിയ ഫ്രാൻസിസ് പാപ്പയെ കാണാൻ വിനോദസഞ്ചാരികൾ തടിച്ചുകൂടിയതടക്കം ഇവർക്ക് പറയാൻ സ്നേഹവായ്പിന്റെ ഫ്രാൻസിസ് അനുഭവങ്ങൾ നിരവധി. പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തി ഇവരും കാത്തിരിക്കുകയാണ് രോഗത്തെ തോൽപ്പിച്ച് മടങ്ങിയെത്തുന്ന പാപ്പയെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.